ചൂടാണ്, കോട്ടയമാണ്, ഉച്ചസമയമാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കോട്ടയത്ത് വലിയ രീതിയിലുള്ള ചൂടാണ് രേഖപ്പെടുത്തുന്നത്. എന്തായാലും ചൂട് സമയം ആയതോടുകൂടി കോട്ടയത്തെ കരിമ്പ് ജ്യൂസും അതുപോലെ തന്നെ കരിക്കിനും വലിയ ഡിമാൻഡാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും നമുക്ക് ഈ ഒരു കോട്ടയം നഗരത്തിൽ തന്നെ ഈ കരിമ്പ് ജ്യൂസിൻ്റെയും അതുപോലെ കരിക്കിൻ്റെ കടയാണ് നമുക്ക് തൊട്ട് പിന്നിലുള്ളത്. ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ചേട്ടാ, എങ്ങനെയുണ്ട് കോട്ടയത്തെ ചൂടൊക്കെ? ഭയങ്കര ചൂടാണ്. ഈ ഒരു ചൂടത്ത് കരിക്ക് ഒരു മാർഗം തന്നെയാണ്. അതെ, അത്യാവശ്യം നല്ലൊരു മാർഗമാണ്. ഒത്തിരി കസ്റ്റമേഴ്സ് വരുന്നുണ്ട്, സ്ഥിരം വരുന്നുണ്ട്. ഞങ്ങളിനെ പോയിട്ടുണ്ട് നാടൻ കരിക്കാം. രാവിലെ മുതൽ രാവിലെ സ്റ്റാർട്ട് ചെയ്യും. 8 മണിയാകുമ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. രാവിലെ തന്നെ പോയി കരിക്കെടുത്ത് എന്നിട്ട് തന്നെ ഫ്രഷ് കരിക്കോടെ കൊടുക്കുന്നുണ്ട്. അവർക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. ഈ ചൂടിന് അവർക്ക് വലിയൊരു ആശ്വാസമാണ്. ഈ ചൂടായതുകൊണ്ട് ഇപ്പം കൂടുതലായിട്ട് ആളുകൾ വരുന്നുണ്ട്. ഒത്തിരി ആൾ വരുന്നുണ്ട്. പുതിയ കസ്റ്റമേഴ്സ് വരുന്ന യാത്രക്കാർ, വഴി യാത്രക്കാർ ചൂട് കാരണം വന്ന് കുടിച്ചേച്ച് കരിക്ക് നല്ല നാടൻ കരിക്കായിരുന്നു അത് കണ്ട് കുടിച്ചേച്ച് പോകുന്നുണ്ട്. ചൂടിന്റെ തന്നെയാണ് കാരണം. നേരത്തെ കഴിഞ്ഞ തവണത്തേനൊക്കെ അപേക്ഷിച്ച് തവണ കുറച്ചുകൂടി നല്ല ചൂടുണ്ട്. ഒത്തിരി ചൂടുണ്ട്. കഴിഞ്ഞ ദിവസം അതേ ഉള്ളൂ. നമുക്ക് അറിയാൻ പറ്റും. 1/2 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കാൻ പോലും പറ്റുന്നു. എങ്ങനെ പഴയ പോലെ തന്നെ ആളുകളൊക്കെ ഇപ്പം കൂടുതലായിട്ട് ചൂടായോണ്ട് വരുന്നുണ്ട്. ആളുകൾ വരികയും ചെയ്യുന്നുണ്ട്. കരിക്കിന് ചെലവുണ്ട്. അതെ തണുപ്പും നല്ല. എത്ര മണി വരെ ഉണ്ട് ചേച്ചി? ഞാൻ 6 മണി വരെ ഉണ്ട്. രാവിലെ 8:30 തുടങ്ങും. 8:30 9 ഇങ്ങനെ 9 തുടങ്ങും. 6 മണി വരെ.